Hello, welcome back to my channel and I'm your Nimsha Davies. അപ്പോൾ നമ്മൾ ഈ ഒരു സീരീസിൽ ലീഡ് കോഡ് ചാലഞ്ച് ആണ് വരുത്തുന്നത്. ഓക്കെ, ചെയ്യുന്നത്. വരുത്തുന്നതല്ല, ചെയ്യുന്നത്. ഞാൻ ലീഡ് കോഡിൻ്റെ ഒരു ഇംഗ്ലീഷ് വീഡിയോ ആഡ് ചെയ്തപ്പോൾ കുറച്ച് പേര് എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ 2-3 കമൻറ്റും ഉണ്ടായിരുന്നു അത് മലയാളത്തിലൊന്ന് ചെയ്യുമെന്നുള്ളത്. അപ്പോൾ ഞാൻ സെപ്പറേറ്റ് മലയാളത്തിൻ്റെ സീരീസും കൂടി കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് പെട്ടെന്ന് കണ്ടാൽ മനസ്സിലാവും. തമിഴിൽ തന്നെ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും ലീഡ് കോഡ് സീരീസ് മലയാളം എന്ന് പറഞ്ഞിട്ടുണ്ടായിരിക്കും. മറ്റേതിൽ ജസ്റ്റ് ലീഡ് കോഡ് സീരീസ് എന്ന് മാത്രമേ ഉണ്ടാവുള്ളൂ. ഓക്കെ, നിങ്ങൾക്ക് ഇപ്പോൾ പെട്ടെന്ന് കണ്ടാൽ മനസ്സിലാവും. ഫൈൻ. അപ്പം എന്ത് ചെയ്യാം, നമുക്ക് നേരിട്ട് ഇന്നത്തെ വീഡിയോയിലോട്ട് കയറാം അല്ലേ. അപ്പം അതിന് മുൻപ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, ഫൈൻ. അപ്പം ഇതാണ് നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ചൂസം എന്ന് വെച്ചാൽ ഇതിൽ ഒരു അറയുണ്ട്, നംസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അറയുണ്ട്. അതിൽ കുറച്ച് ഇൻഡിജർ വാല്യൂസ് ആണ് ഉള്ളത്. പിന്നെ നമ്മുടെ ടാർഗറ്റ് വാല്യൂ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇപ്പോൾ ഇതിൽ ഈ എക്സാമ്പിളിൽ നോക്കുകയാണെങ്കിൽ 9 എന്ന് പറഞ്ഞിട്ടൊരു വാല്യൂ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇതാണ് നമ്മുടെ അറേ ആൻഡ് ഇതാണ് നമ്മുടെ ടാർഗറ്റ് വാല്യൂ. അപ്പോൾ ഇതിൽ എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഞാൻ ഈ ഒരു ടാർഗറ്റ് വാല്യൂ കൊടുക്കുമ്പോൾ ഇപ്പോൾ 9 ആണ് കൊടുത്തതെങ്കിൽ ഈ അറയിൽ നിന്ന് എന്ത് 2 നമ്പർ കൂട്ടിയാലാണ് ഈ 9 കിട്ടുക എന്നുള്ളതിൻ്റെ ഇൻഡെക്സ് വാല്യൂ ആണ് എനിക്ക് റിട്രീവ് ചെയ്യേണ്ടത്. ഒന്നുകൂടെ പറയാം, ഈ ഒരു ടാർഗറ്റ് വാല്യൂ 9 ആണ്. അപ്പോൾ ഈ 9 കിട്ടാൻ എന്തൊക്കെ വാല്യൂസ് തമ്മിൽ ആഡ് ചെയ്യണം ഫ്രം ദിസ് അറേ നംസ്. ഓക്കെ, അതിൻ്റെ ഇൻഡെക്സ് പൊസിഷനാണ് എനിക്ക് വേണ്ടത്. ഇപ്പം 9 കിട്ടാൻ എന്തൊക്കെ ആഡ് ചെയ്യണം? ഇവിടുത്തെ 2ഉം 7ഉം കൂടി ആഡ് ചെയ്താൽ മതി അല്ലേ. അപ്പം അതിൻ്റെ ഇൻഡെക്സ് പൊസിഷൻ എന്താ? 0ഉം 1ഉം. അപ്പം നമുക്ക് റിട്ടേൺ ചെയ്യേണ്ടത് എന്താണ്? 0 ആൻഡ് 1 ആണ് നമുക്ക് റിട്ടേൺ ചെയ്യേണ്ടത്. അതേപോലെ അടുത്തൊരു എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. 6 ആണ് വാല്യൂ. ഓക്കെ, 6 വരാനായിട്ട് ഏതൊക്കെ വാല്യൂസ് നമ്മൾ ആഡ് ചെയ്യണം? ഈ ഒരു 2ഉം 4ഉം നമ്മൾ ആഡ് ചെയ്യണം. അപ്പം അതിൻ്റെ ഇൻഡെക്സ് പൊസിഷനാണ് എന്ത്? 1ഉം 2ഉം. ക്ലിയർ അല്ലേ? അപ്പം അങ്ങനെ ആ ഒരു ടാർഗറ്റ് കിട്ടാൻ വേണ്ടി ആഡ് ചെയ്യേണ്ട വാല്യൂസിൻ്റെ ഇൻഡെക്സ് പൊസിഷനാണ് നമുക്ക് ഇതിൽ ഈ 2 എന്ന് പറഞ്ഞ പ്രോബ്ലത്തിൽ നമുക്ക് റിട്ടേൺ ചെയ്യേണ്ടത്. ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കണം. അപ്പം അതിന് നമുക്കൊരു സൊല്യൂഷൻ നോക്കിയാലോ. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ നമുക്ക് എന്ത് ചെയ്യാം, നിങ്ങൾ നോട്ട് പാഡ് എടുക്കുക. നോട്ട് പാഡ് എടുത്തില്ലെങ്കിലും കുഴപ്പമില്ല, ഇവിടെ നിങ്ങൾക്ക് സൊല്യൂഷൻ സബ്മിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടായിരിക്കും. ഞാൻ ഓൾറെഡി സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം അത് കാണിച്ചു തരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനത് പറയുന്നത് കേട്ടോ. ഞാൻ നോട്ട് പാഡിൽ ടൈപ്പ് ചെയ്യണത്. ഓക്കെ, അപ്പം നെക്സ്റ്റ് വീഡിയോ തൊട്ട് ഞാൻ സൊല്യൂഷൻ ഞാൻ കുറച്ച് പ്രോഗ്രാംസ് ചെയ്തിട്ടുണ്ട് ഇതിൽ ഓൾറെഡി. നോക്കട്ടെ, ഞാൻ വേറെ അക്കൗണ്ട് എടുത്തിട്ട് നമുക്ക് ചെയ്യാൻ നോക്കാം. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ ഇതിൽ ഒരു സൊല്യൂഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്ലാസ് നമുക്ക് ക്രിയേറ്റ് ചെയ്യണം. ഇതിൽ മെയിനായിട്ട് ക്ലാസ് ക്രിയേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യുന്നുണ്ടായിരിക്കാം. സൊല്യൂഷൻ എന്ന് പറഞ്ഞൊരു ക്ലാസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഇതിനുള്ളിൽ ഞാനൊരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യണം. എന്ത്? ഡെഫ് ടൂസം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യണം. അതിനുള്ളിൽ നമ്മുടെ ഈ ഒരു ക്ലാസ്സിൻ്റെ ഉള്ളിലാണ് ഈ ഒരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്ത് നോക്കുന്നത്. അതുകൊണ്ട് ആദ്യത്തെ പാരാമീറ്റർ ആയിട്ട് നമ്മൾ ആർഗ്യുമെൻ്റ് ആയിട്ട് നമ്മൾ സെൽഫ് എന്നുള്ള കീവേഡ് ആയിരിക്കും പാസ് ചെയ്യുന്നുണ്ടാവുക. ക്ലാസ്സിനുള്ളിൽ ഏതെങ്കിലും ഒരു ഫംഗ്ഷൻ ഡിക്ലെയർ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് പാസ് ചെയ്യണം? സെൽഫ് കീവേഡ് നമ്മൾ പാസ് ചെയ്തിട്ടുണ്ടായിരിക്കണം. കോമ. എനിക്കിനി അറേയും റീഡ് ചെയ്യണം, അതേപോലെ ആ ഒരു ടാർഗറ്റ് വാല്യൂ കിട്ടണം. അപ്പം അതിനായിട്ട് ഞാൻ 2 വാല്യൂ കൂടി പാസ് ചെയ്യുന്നുണ്ട്. നംസും ടാർഗറ്റ് എന്ന് പറഞ്ഞിട്ട് 2 വാല്യൂ ഞാൻ അതിൽ പാസ് ചെയ്തിട്ടുണ്ട്. ഇത്ര കാര്യങ്ങൾ ക്ലിയർ ആയെന്ന് വിചാരിക്കണം. ഓക്കെ, ഇനി എനിക്ക് ഓരോ അറയിൽ ഓരോ വാല്യൂ ആയിട്ട് ഐട്രേറ്റ് ചെയ്ത് പോകണം. ഓക്കെ, ഇപ്പം ഞാൻ ഈ ഒരു 2, 7, 11, 15 എന്നുള്ള അറേ എടുക്കുകയാണെങ്കിൽ ആദ്യം 2 എടുത്ത് നോക്കണം ഞാൻ. പിന്നെ എനിക്ക് 7 എന്നുള്ള വാല്യൂ എടുക്കണം. എന്നിട്ട് അത് രണ്ടും കൂടി ആഡ് ചെയ്തിട്ട് എന്ത് ചെയ്യണം? ടാർഗറ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യണം. അപ്പോൾ നമുക്ക് ഐട്രേറ്റ് ചെയ്ത് പോകണം. അപ്പോൾ 2 എണ്ണം കമ്പയർ ചെയ്യണം. അപ്പോൾ അതുകൊണ്ട് ഇവിടെ എന്താണ്? 2 ലൂപ്പ് നമുക്ക് ഇവിടെ വേണ്ടി വരുന്നുണ്ടായിരിക്കും. അപ്പോൾ എന്ത് ചെയ്യുന്നു? 4i ഇൻ റേഞ്ച്. ഇതിൽ എന്ത് ചെയ്യും? അറേയുടെ ഇത് പാസ് ചെയ്യുന്നു, എന്ത് ലെങ്ത് പാസ് ചെയ്യുന്നു, len ഓഫ് nums. ഓക്കെ, ഇനി അടുത്തൊരു ലൂപ്പ് ക്രിയേറ്റ് ചെയ്യുന്നത് 4j ഇൻ റേഞ്ച്. ഇതിൽ എന്ത് ചെയ്യുന്നു? i + 1. ഇപ്പം ഞാൻ ആദ്യം 2 ആണ് എടുത്തെങ്കിൽ എനിക്ക് അടുത്തത് എന്താ എടുക്കണ്ടേ? 7 ആണ് എടുക്കണ്ടേ അല്ലേ? ഓക്കെ, ദെൻ ലാസ്റ്റ് വാല്യൂ ആയിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു? len ഓഫ് nums തന്നെ ഞാനതിൽ പാസ് ചെയ്ത് കൊടുക്കുന്നു. ഓക്കെ, 2 ലൂപ്പ് വന്നത് ക്ലിയർ അല്ലേ? ഓക്കെ, ഇനി അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് എന്ത് ചെയ്യണം? ഈ ഫസ്റ്റത്തെ വാല്യൂം രണ്ടാമത്തെ വാല്യൂം കൂടി കമ്പയർ ചെയ്യണം. എന്നുവെച്ചാൽ ആദ്യം ഇത് രണ്ടും കമ്പയർ ചെയ്യണം, പിന്നെ 2ഉം 11ഉം കമ്പയർ ചെയ്യണം, പിന്നെ 2ഉം 15ഉം കമ്പയർ ചെയ്യണം.
ഓക്കെ. പിന്നെ അടുത്തതാകുമ്പോൾ 7ഉം 11ഉം കമ്പയർ ചെയ്യണം, 7ഉം 15ഉം കമ്പയർ ചെയ്യണം. അങ്ങനെ പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇവിടെ 2 ലൂപ്പ് കൊടുത്തു നോക്കുന്നത്. ഓക്കെ. അപ്പൊ എന്ത് ചെയ്യുന്നു? ഇഫ് nums of I plus nums of j ഈക്വൽസ് നമ്മുടെ ടാർഗറ്റ് ആണോ നോക്കുന്നു. ഓക്കെ. ആണെങ്കിൽ എവിടെ പോയി എൻ്റെ കേഴ്സർ? ഓക്കെ. ആണെങ്കിൽ ഞാൻ എന്ത് ചെയ്യുന്നു? റിട്ടേൺ ഐ കോമ ജെ ഞാനിവിടെ റിട്ടേൺ ചെയ്യുന്നു. ഓക്കെ. അല്ലെങ്കിലത്തെ കാര്യം നമുക്ക് ആവശ്യമില്ല, ആണെങ്കിൽ അത് റിട്ടേൺ ചെയ്യാം. ഓക്കെ. ഇനി ഇതിപ്പോൾ ഒരു ക്ലാസ് ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ക്ലാസ്സിന് ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യണം. ഒബ്ജക്റ്റ് വെച്ചിട്ടാണ് ആ ഫംഗ്ഷനെ കോൾ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം ഞാൻ എന്ത് ചെയ്യുന്നു? ക്ലാസ്സിന് ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തു. ദെൻ പ്രിന്റ് ഫംഗ്ഷനുള്ളിൽ തന്നെ ഞാൻ എന്ത് ചെയ്യുന്നു? ഒബ്ജക്റ്റ് വെച്ചിട്ട് ആ ഒരു ഫംഗ്ഷന് ഞാനിവിടെ കോൾ ചെയ്യുന്നു. അതിലെനിക്ക് എന്ത് പാസ് ചെയ്യണം? 2 ആർഗ്യുമെന്റ് പാസ് ചെയ്യണം. ഒന്ന് നംസും അടുത്തത് ടാർഗറ്റും. അപ്പം എന്ത് ചെയ്യുന്നു? ഞാനിവിടെ 2, 7, 11, 15 ആ ഒരു വാല്യൂ ഞാൻ പാസ് ചെയ്തു. അടുത്തതിൽ ഞാൻ 9 എന്നുള്ള ടാർഗറ്റ് വാല്യൂ ഞാൻ പാസ് ചെയ്തു. ക്ലിയർ അല്ലേ? ഓക്കെ. ഇനി ഇത് എന്ത് ചെയ്യുന്നു? ഇവിടെ നിങ്ങളുടെ ഓപ്ഷനിൽ വരുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് ടൈപ്പ് ചെയ്യാനായിട്ട് പറ്റും. ഇങ്ങനെ ഒരു ഇത് ഉണ്ടായിരിക്കും നിങ്ങൾക്ക് ടൈപ്പ് ചെയ്യാനായിട്ട്. അപ്പോൾ അതിലിവിടെ എന്താ ഏത് ലാംഗ്വേജിലാണോ നിങ്ങൾക്ക് ചൂസ് ചെയ്യേണ്ടത് അത് വെച്ചിട്ട് ചെയ്യാം. നമ്മളിപ്പോൾ യൂസ് ചെയ്ത് നോക്കുന്നത് Python 3 ആണ്. എന്നിട്ട് എന്ത് ചെയ്യുക? ഈ ഒരു കോഡ് ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ. എന്നിട്ട് ഇത് റൺ ചെയ്യണമെങ്കിൽ ഇവിടെ ഒരു പ്ലേ ബട്ടൺ കണ്ടോ? റൺ ചെയ്ത് നോക്കാം. അപ്പോൾ ഇവിടെ ടെസ്റ്റ് കേസ് ഒക്കെ ഗ്രീൻ ആയിട്ട് വരുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഔട്ട്പുട്ടും ഇവർ എക്സ്പെക്ട് ചെയ്ത് നോക്കുന്ന ഔട്ട്പുട്ടും കറക്റ്റ് ആണ്. ഓക്കെ. അതല്ല വേറെ ഏതെങ്കിലും ഒരു റെഡ് കളറൊക്കെയാണ് വരുന്നതെങ്കിൽ നോക്കട്ടോ. ഞാനിപ്പോൾ ചേഞ്ച് ചെയ്യാം, റൺ ചെയ്ത് തരാം. കണ്ടോ? റോങ് ആൻസർ. എന്നുവെച്ചാൽ നമുക്ക് ഔട്ട്പുട്ട് കിട്ടിയിട്ടുണ്ട്, ആൻസർ ആണ് റോങ്. എന്നുവെച്ചാൽ നമ്മുടെ ഔട്ട്പുട്ടും അവരുടെ ഔട്ട്പുട്ടും സെയിം അല്ല എന്നാണ് അർത്ഥം. ഓക്കെ. അപ്പോൾ എന്ത് ചെയ്യുക? പ്ലസ് ഇട്ട് കൊടുക്കുക. കറക്റ്റ് ഔട്ട്പുട്ട് വരാണെങ്കിൽ ഫുള്ള് ഗ്രീൻ ടിക്ക് വരും, പാസ് ആയിട്ടുണ്ടായിരിക്കും. എന്നിട്ട് എന്ത് ചെയ്യുക? നിങ്ങളിത് സബ്മിറ്റ് ചെയ്യുക. ഞാൻ ഓൾറെഡി സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ 2-3 വട്ടം സബ്മിറ്റ് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. കണ്ടോ? 3 വട്ടം സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ. 2024 ഞാൻ 2 വട്ടം അറിയാണ്ട് സബ്മിറ്റ് ചെയ്തു. പിന്നെ ഇത് ആ ഒരു ഇംഗ്ലീഷ് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടുള്ള സബ്മിഷനാണ്. ഓക്കെ. അപ്പോൾ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ആക്സെപ്റ്റഡ് എന്ന് പറഞ്ഞിട്ട് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫസ്റ്റത്തെ പ്രോഗ്രാം കംപ്ലീറ്റഡ്. ഓക്കെ. നിങ്ങൾക്ക് എന്ത് ചെയ്യാം? അടുത്തതിലോട്ട് പോവാം. ഇതിൽ നമ്മളിപ്പോൾ ആദ്യം ചെയ്യാനായിട്ട് പോകുന്നത് ഡിഫിക്കൽട്ടി ലെവല് സോർട്ട് ചെയ്യാം. എന്നിട്ട് ഈസി ഉള്ളത് ആദ്യം നമുക്ക് ചെയ്ത് പോവാം. ഓക്കെ. ഈസിയുടെ ആദ്യം കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം? മീഡിയത്തിലോട്ടും ബാക്കിയുള്ളവരോട്ടൊക്കെ കയറാൻ മതി. ഓക്കെ. അപ്പോൾ അടുത്തതിൽ നമുക്ക് എന്ത് ചെയ്യാം? പാലിൻഡ്രോമിൻ്റെ പ്രോഗ്രാം നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ഓക്കെ. സോ അപ്പോൾ അത് നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് വിചാരിക്കണ്ടാവും. ഇത് ഞാൻ ചെയ്തിട്ടില്ല, ഈസി ഒന്നും ഞാൻ ചെയ്തിട്ടുണ്ടാവില്ല ഒട്ടുമിക്ക കേസിൽ. അപ്പോൾ ഇത് നമുക്ക് ഇതിൽ തന്നെ ചെയ്ത് നോക്കാം. ഞാൻ ചിലപ്പോൾ ഇംഗ്ലീഷ് ഇതിൽ ചെയ്ത് നോക്കുന്നുണ്ടാവും. നോക്കാം. ഓക്കെ. നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് ഈ പാലിൻഡ്രോം പ്രോഗ്രാം ചെയ്ത് നോക്കാം. യെസ്, ദാറ്റ്സ് ഓൾ ഫോർ ദിസ് വീഡിയോ. താങ്ക് യു. ഹാവ് എ നൈസ് ഡേ. ബൈ.